എങ്ങനുണ്ട്? കൊള്ളാവോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ഒരു കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫൈനലി സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് വരുന്നത് ലൂപ്സി ബൈ കിച്ചു എന്നാണ്. തുടങ്ങുകയാണ്. എല്ലാവരുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ടും കൂടെ ഉണ്ടെന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ പുതിയ ടീഷർട്ടിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കാണിക്കാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പം അങ്ങനെ നമ്മുടെ കിച്ചു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാണ്. ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കിച്ചുവിന്. കിച്ചു പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ, അവൻ്റെ വിഷമങ്ങൾ പങ്കുവെച്ചപ്പോൾ അന്നേരം പോലും കുറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, കിച്ചു ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അന്നും ഇന്നും കിച്ചുവിനൊപ്പമായിരുന്നു. മൂന്നാനമ്മയായിട്ടുള്ള രേഷ്മ പി തങ്കച്ചൻ എവിടെ ചെന്നാലും എൻ്റെ മക്കളെ വളർത്താൻ എന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിലാണ് നമ്മൾ മക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളൊക്കെയാണെങ്കിൽ നമ്മൾ എൻ്റെ കുഞ്ഞിനെ വളർത്തണം, എൻ്റെ മകനെ വളർത്തണം എന്നാണ് പറയുന്നത്. ഇവർക്ക് 2 മക്കളില്ല, ഇവർക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഈ മക്കളെ വളർത്തണം വീണ്ടും വീണ്ടും ഇവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ, ഈ മക്കളെന്നുള്ള കൂട്ടത്തിൽ കിച്ചുവില്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുക, കിച്ചുവിന് ഇവരല്ല ചെലവിന് കൊടുക്കുന്നത്, കിച്ചു വല്യച്ഛനൊപ്പമാണ്. ആവർത്തിച്ച് ആ കുട്ടി പറയുന്നുണ്ട്, ഈ കൊല്ലം സുധിയുടെ അമ്മ പറയുന്നുണ്ട്, അവനെ വളർത്തിയത് അവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരല്ല ഈ കൊച്ചിനെ വളർത്തുന്നത്, ഈ കൊച്ചിന് വേണ്ടിയിട്ടല്ല ഇവർ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു മകനേ ഉള്ളൂ. പിന്നെ ചേച്ചിയുടെ മക്കളെ വളർത്താനാണെങ്കിൽ അങ്ങനെ പറയണം, അതായിരിക്കും ചിലപ്പോൾ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത്. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം കിച്ചുവാണ്. അപ്പോൾ കിച്ചുവിൻ്റെ ഈ വീഡിയോ ഒരുപാട് സന്തോഷം തന്നു കേട്ടോ. ഈ ഒരു വീഡിയോക്കകത്ത് കൊല്ലം സുധിയുടെ അമ്മയുണ്ട്, കിച്ചുവിൻ്റെ അച്ഛമ്മയുണ്ട്, വലിയച്ഛനുണ്ട്, ഇവരെയൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയ ടീഷർട്ടിൻ്റെ ബിസിനസ്സാണ്. ലൂപ്സി എന്നാണ് ഈ ഒരു കിച്ചുവിൻ്റെ ബിസിനസ്സിൻ്റെ പുതിയ ബ്രാൻഡ് നെയിം ലൂപ്സി. അപ്പം കിച്ചു എന്തായാലും അടുത്ത വീഡിയോയിൽ ഈ പുതിയതായിട്ട് തുടങ്ങിയ അതിൻ്റെ ഡിസൈൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കിച്ചുവിൻ്റെ അച്ഛമ്മയുടെയും വല്യച്ഛൻ്റെയും സപ്പോർട്ടും സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കും. കിച്ചുവിൻ്റെ മുഖത്തുണ്ട്. ഇത്രയും നാളും കിച്ചു നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു മൗനമായിരുന്നു. എന്തോ ആ കൊച്ചിന് നല്ല ഉള്ളിൽ നല്ല വിഷമം ഉള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് കിച്ചു നല്ല സന്തോഷവാനാണ്, മുഖത്ത് ആ ഒരു തെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സത്യം മാത്രമേ വിജയിക്കൂ. ഈ നമ്മൾ മുഖംമൂടി അണിഞ്ഞിട്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ, ഈ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ എന്ത് കാണിച്ചാലും അതൊരു നാൾ വലിച്ചു കീറപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചുവിനോട് ഇത്രയും നാളും കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മുഖംമൂടി വലിച്ചു കീറപ്പെട്ടു. അപ്പോഴും ഓരോ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇവർ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഒരു നാൾ കുറച്ചാണെങ്കിലും കിച്ചു എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതോടെ അവരുടെ ചീട്ട് അവിടെ കീറി. അപ്പോഴും നമ്മൾ ഈ കിച്ചുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ യൂട്യൂബിൽ അത്രയില്ല കേട്ടോ, പക്ഷേ ഫേസ്ബുക്കിൽ കിച്ചുവിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുത്തിയത്. ഈ കൊച്ചെന്താണ് തെറ്റ് ചെയ്തത്? ഇതിന് അച്ഛനില്ല, അമ്മയില്ല, പിന്നെ മൂന്നാനമ്മയായിട്ട് വന്ന സ്ത്രീയിൽ നിന്നും കൊച്ചിനുണ്ടായി ദുരനുഭവം, അവരുടെ വീട്ടിൽ നിന്നുണ്ടായി ദുരനുഭവം. കിച്ചുവിനും കിട്ടിയ വീട്ടിൽ അതിന് പോലും അവകാശമില്ലാതെ ഈ സ്ത്രീയുടെ ആൾക്കാരും ഈ സ്ത്രീയെ കാണാൻ വരുന്നവരും വീഡിയോ പിടിക്കുന്നവരും അങ്ങനെയൊക്കെ കയറി അവരുടെയൊക്കെ അഴിഞ്ഞാട്ടങ്ങളാണ് ആ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഈ കൊച്ചിനെ ഒറ്റപ്പെടുത്തിയിട്ടും ഈ കൊച്ചു ഒന്നും അല്ലാതായിട്ടും ആൾക്കാർ കുറ്റം പറയുന്നത് കിച്ചുവിനെയാണ്. അപ്പം കിച്ചുവിനെ ശരിക്കും പറയാനാ ഇത് ശരിയായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലട്ടോ, ഇതൊക്കെ ഇവരുടെ പി ആറുകളാണ് ഇത്രയധികം ഈ കുറ്റം പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ഒരുപാട് സന്തോഷം. കിച്ചുവിൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. കിച്ചുവിൻ്റെ ഈ ഒരു തുടക്കം ഇത് എന്തായാലും നല്ല വളർച്ചയിലേക്ക് തന്നെ പോകും. തോറ്റു പോകരുത്, എവിടെയും തോറ്റു പോകരുത്. എന്തായാലും നല്ല നല്ല തീരുമാനങ്ങളാണ് കിച്ചു എടുക്കുന്നത്. ആദ്യത്തെ കിച്ചുവിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ആ സ്ത്രീയുമായിട്ടുള്ള അകൽച്ച, ആ സ്ത്രീയിൽ നിന്നും വിട്ടുപോരുക എന്നുള്ളത്. അവിടെയല്ല നിൽക്കുന്നതെങ്കിലും നാട്ടുകാരെ, ജനങ്ങളെ ബോധിപ്പിച്ചു, ഇവർ എൻ്റെ ആരുമല്ല, ഇവരിൽ നിന്നും എനിക്ക് യാതൊരു അടുപ്പമില്ല, ഇവർ എൻ്റെ ആരുമല്ല എന്ന് ബോധിക്കുന്ന രീതിയിൽ ഇവരിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ മറ്റുള്ളവരെ അറിയിപ്പിച്ച് ആ ഒരു മാറ്റം, അതായിരുന്നു കിച്ചുവിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു തുടക്കം. ഇപ്പോൾ കിച്ചു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കിച്ചുവിൻ്റെ ഈ ഒരു ബിസിനസ് സംരംഭം എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി നടക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. എന്തായാലും അച്ഛൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും മോൻ്റെ ഒപ്പം ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. ആ അച്ഛൻ ഏറ്റവും കൂടുതൽ അന്നും ഇന്നും വിഷമിക്കുന്നത് കിച്ചുവിൻ്റെ കാര്യത്തിലായിരിക്കും. പക്ഷെ ഇന്ന് അച്ഛൻ്റെ ആത്മാവിന് നല്ല സന്തോഷമുണ്ടാവും. കിച്ചുവിൻ്റെ ഈ ഒരു മാറ്റത്തിന് പിന്നിൽ, ഈ ഒരു തുടക്കം, ആ അച്ഛൻ്റെ ആത്മാവിന് 100% സന്തോഷമുണ്ടാകും.
മൂന്നാനമ്മ അവിടെ സബ്സ്ക്രിപ്ഷനിലൂടെ ആൾക്കാരെ ശരീരഭാഗം തുറന്ന് കാണിച്ച് കാശുണ്ടാക്കുമ്പോൾ മോൻ നല്ല രീതിയിൽ നേരായ മാർഗത്തിൽ ഒരു സംരംഭം തുടങ്ങി നല്ല രീതിയിൽ ഒരു ജീവിതമാർഗമായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നു. അതുകൊണ്ട് സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും മോനുണ്ടാവും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എവിടെയും തളരരുതും പതറരുതും. നല്ല രീതിയിൽ തന്നെ പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പൂർണ്ണ പിന്തുണ കിച്ചുവിന് കൊടുക്കുക. സുധിയോട് ഉള്ള ഇഷ്ടമാണ് ഈ ഒരു ഫാമിലിയിലോട് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുധിയോടുള്ള ഇഷ്ടം ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ സുധിയുടെ മകനായ കിച്ചുവിനാണ്. അല്ലാതെ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്ത് ശരീരഭാഗവും ചുണ്ടുകൊണ്ട് ആഭാസത്തിലൊക്കെ കാണിച്ച് ജീവിക്കുന്ന അവരെ പോലെയുള്ളവർക്കല്ല നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട്. നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് കിച്ചുവിനെ പോലെ കിച്ചുവിന് തന്നെയാണ്, സുധിയുടെ മകനായ കിച്ചുവിന് തന്നെയാണ് പൂർണ്ണ സപ്പോർട്ടും കൊടുക്കേണ്ടത്. കിച്ചു തുടങ്ങുന്ന പുതിയ സംരംഭം നമ്മൾ ഏറ്റെടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, അത് മുന്നോട്ട് നയിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവിധ ആശംസകളും മോനെ. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.